മലയാള സിനിമ നിർമ്മാണ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസമായിരുന്നു നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തുറന്നടിച്ചത്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ് സുരേഷ് കുമാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചതും. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാതെ മുന്നോട്ടു പോകാനില്ലെന്നും പലർക്കും സിനിമാ രംഗത്തോട് പ്രതിബദ്ധതയില്ലെന്നും സുരേഷ് കുമാർ വിമർശിച്ചിരുന്നു. കൂടാതെ ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നും GSTക്കൊപ്പമുള്ള സർക്കാർ വിനോദ നികുതി പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോമുകൾ സിനിമ വാങ്ങുന്നതിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. 30 ദിവസം കഴിഞ്ഞാൽ സിനിമ OTTയിൽ വരുമെന്ന് കരുതി പലരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്നാൽ ഇപ്പോൾ എല്ലാ സിനിമകളും OTTയിൽ വരുന്നില്ല. അവർ സിലക്ട് ചെയ്യുന്ന സിനിമകൾ മാത്രമാണ് OTTയിൽ വരുന്നത്, അതും അവർ കൊടുക്കുന്ന പൈസയ്ക്ക്. അവർ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. കൂടാതെ OTTക്ക് ഒരു വർഷം 30ഓളം പടങ്ങൾ മാത്രമാണ് മതിയാകുന്നത്. അതിൽ കൂടുതൽ അവർക്കാർക്കും വേണ്ട എന്നും, എന്നാൽ നമുക്കിവിടെ 200ഓളം പടങ്ങൾ ഇറങ്ങുന്നുണ്ടെന്നും സുരേഷ് കുമാർ പറയുന്നു. അതേസമയം ഇന്ന് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സ്വന്തമായി ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ഞങ്ങളുടെ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ അവർ തിരിച്ച് തങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുമെന്നും OTTയുടെ മാർക്കറ്റ് താഴെ പോകുമ്പോൾ പിന്നെ ആരും എടുക്കാൻ കാണില്ലെന്നും അപ്പോഴാണ് പ്രൊഡ്യൂസറെ അന്വേഷിക്കുകയെന്നും സുരേഷ് കുമാർ പറയുന്നു. കൂടാതെ OTTയുടെ പണം കണ്ടുകൊണ്ടാണ് നടന്മാരുടെ പ്രൊഡക്ഷൻ ഹൗസുകൾ വന്നതെന്നും സുരേഷ് കുമാർ തറപ്പിച്ച് പറയുന്നു. 100% അങ്ങനെ തന്നെയാണ്. കാരണം ലാഭം കണ്ടാണ് അവരൊക്കെ ഇതിലേക്ക് വരുന്നത്. കോവിഡിന് മുമ്പ് ആർക്കാണ് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നത്? മോഹൻലാലിനും ദിലീപിനും മാത്രം. വേറെ ആർക്കും ഇല്ലായിരുന്നുവെന്നും മമ്മൂട്ടി കമ്പനി അടക്കം പിന്നെയാണ് തുടങ്ങിയതെന്നും സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസാണ് അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടിയുടെ മിക്ക സിനിമകളും നിർമ്മിച്ചിരിക്കുന്നത്. പലതും ജനപ്രീതി നേടിയ പ്രോജക്റ്റുകളും. അതേസമയം ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് എന്നതാണ് ദിലീപിന്റെ നിർമ്മാണ കമ്പനിയുടെ പേര്. 2020 ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളെല്ലാം നിർമ്മിച്ചത് ദിലീപിന്റെ ഈ പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു. മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ്സും പ്രണവം ആർട്സ് ഇന്റർനാഷണൽ എന്നിവയാണ് മോഹൻലാലിന്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. എന്നാൽ ഇന്ന് യുവതാരങ്ങളായ ഉണ്ണി മുകുന്ദൻ, പൃഥ്വിരാജ് തുടങ്ങിയവർക്കെല്ലാം പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. അതേസമയം 100 കോടി കളക്ഷൻ എന്ന അവകാശവാദങ്ങൾക്കെതിരെയും കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ തുറന്നടിച്ചിരുന്നു. 100 കോടി ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരുമോ എന്നാണ് സുരേഷ് കുമാറിന്റെ ചോദ്യം. 100 കോടി ക്ലബ് എന്നത് താരങ്ങൾ പറയുന്നതാണ്. നിർമ്മാതാക്കൾക്ക് ചെറിയ തുകയെ ലഭിക്കുന്നുള്ളൂ എന്നും സുരേഷ് കുമാർ പറയുന്നു. കാരണം കഴിഞ്ഞ വർഷം 200ലേറെ സിനിമകൾ ഇറങ്ങിയിരുന്നുവെങ്കിലും 24 സിനിമകൾ മാത്രമാണ് ഓടിയത്. 650 മുതൽ 700 കോടി രൂപയ്ക്കിടയിൽ നിർമ്മാതാക്കൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെന്നും സുരേഷ് കുമാർ പറയുന്നു.